ഒത്തിരി ആവേശത്തോടെ, അതിലുപരി ഒത്തിരി സന്തോഷത്തോടെ യേശു കർത്താവിൻ്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്ത, യേശു കർത്താവിൻ്റെ വിളിയെ സ്വീകരിച്ച ഒരനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനാണ് പത്രോസ്. സുവിശേഷങ്ങൾക്കകത്ത് പത്രോസിൻ്റെ ജീവിത ചരിത്രം നമുക്ക് വായിക്കാനും പഠിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അതിലുപരി അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിനെ ദൈവം ഉപയോഗിച്ച അത്ഭുതകരമായ വിധങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലും ഒരനുഗ്രഹീത ശിഷ്യനായിരുന്നു. ദൈവത്തിനും ദൈവരാജ്യത്തിനും അത്ഭുതകരമായി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ കൂടെ പരാജയപ്പെടുന്ന ഒരനുഭവം പത്രോസിൻ്റെ ലൈഫിൽ നമുക്ക് കാണുവാൻ കഴിയും. എടുക്കുന്ന തീരുമാനങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ കൂടെ പരാജയം നേരിട്ടുകൊണ്ടിരുന്ന, കൂടെ തകർന്നുകൊണ്ടിരുന്ന ഒരനുഭവത്തെ, ഒരു ജീവിത സാഹചര്യത്തെ പത്രോസിൻ്റെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുതയാണ്. സുവിശേഷങ്ങളൊക്കെ നിരവധി സംഭവങ്ങൾ ഇതിനെ സാധൂകരിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. താൻ കർത്താവിൻ്റെ വിളിയോട് പ്രതികരിച്ച് കടലിൻ്റെ മീതെ നടന്നപ്പോൾ കടലിൽ താന്നുപോയതും, സ്ത്രീയുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടതായ സാഹചര്യം ഉണ്ടായതും, ഇങ്ങനെ നിരവധി വസ്തുതകളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ഈ മനുഷ്യനെ കർത്താവ് വളരെ അത്ഭുതകരമായി പിന്നത്തേതിൽ ഉപയോഗിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പരാജയങ്ങളില്ലാത്തൊരു പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും. ദേശത്തെ അടക്കി വാഴുന്നവനെ പോലെ, ചുറ്റുപാടുമുള്ളവരുടെ മുമ്പിൽ ഭയം ഉളവാക്കുന്നവനെ പോലെ, അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ പത്രോസിൻ്റെ ലൈഫും ശുശ്രൂഷയും മാറുകയാണ്. പത്രോസിൻ്റെ ലൈഫിനെ മാറ്റിയത് എന്താണ്? പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തെ മാറ്റിയ ആ വസ്തുത എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് ഗലീല കടലിൻ്റെ തീരത്തേക്ക് ഒരിക്കലൂടെ വരികയാണ്. പത്രോസും കൂട്ടരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും ആഴമേറിയ പരാജയത്തിലൂടെ പത്രോസിൻ്റെ ജീവിതം കടന്നു പോവുകയാണ്. പരാജയത്തിൻ്റെ ഒരു രാത്രി. എന്നാൽ ആ പരാജയം എന്നേക്കുമായി മാറ്റാൻ പിറ്റേ പ്രഭാതത്തിൽ യേശു കർത്താവ് ആ കടലിൻ്റെ തീരത്തേക്ക് വരികയാണ്. തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പോലെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ സമീപിക്കുക. ആ കൂട്ടായ്മയ്ക്കകത്ത് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു അതിപ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തെ മാറ്റാൻ, പത്രോസിൻ്റെ ജീവിത ശൈലിയെ മാറ്റാൻ, പത്രോസിൻ്റെ ശുശ്രൂഷയെ മാറ്റാൻ, കൂടെ നേരിടുന്ന പരാജയത്തെ മാറ്റി അവനെ സ്ഥിരതയുള്ളവനാക്കി തീർക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച കർത്താവ് പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുക. 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ചാട്ടുളി പോലെ പത്രോസിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയ ഒരു ചോദ്യ ശരമാണ് ഈ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതേ പ്രിയരെ, എപ്പോഴും നമ്മുടെ ലൈഫിനെ മാറ്റാൻ, നമ്മുടെ പരാജയത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന കർത്താവ് നമ്മളിൽ തിരയുന്ന ഒരു പ്രധാനപ്പെട്ട യോഗ്യതയാണ് മറ്റുള്ളവരിൽ നിന്നും അധികമായി ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കുന്ന സ്വഭാവം, ഒരനുഭവം നമുക്കുണ്ടോ എന്ന്. ഈ പദം ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു സ്വയം പരിശോധനയ്ക്കും കൂടെ നമ്മളെ ഒന്ന് വിധേയപ്പെടുത്തുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരിൽ അധികമായി. പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി. ആരൊക്കെയാണ് ഇവർ? ഗലീലയിലെ കാനായിലെ നഥനയേൽ, തോമസ്, കൂടാതെ സെബദി മക്കൾ, പേര് പറയപ്പെട്ടിട്ടില്ലാത്ത മറ്റ് 2 ശിഷ്യന്മാർ, ഇവരൊക്കെ പത്രോസിൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഇവരിൽ അധികമായി, നഥനയേലിനേക്കാൾ, തോമസിനേക്കാൾ, സെബദിപുത്രന്മാരെക്കാൾ അധികമായി പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇടപെടാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ കലവറ ജീവിതത്തിൽ തുറക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിന് അറിയേണ്ടുന്നൊരു വസ്തുതയുണ്ട്. അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നുവോ? കുടുംബക്കാരെക്കാൾ, ജീവിത പങ്കാളികളെക്കാൾ, ചർച്ച് മെമ്പേഴ്സിനേക്കാൾ,
കൂട്ടു പാസ്റ്റേഴ്സിനേക്കാൾ, നിൽക്കുന്ന പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ളവരെക്കാളൊക്കെ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു 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 അനുഭവം നമുക്കുണ്ടോ? പേഴ്സണലായി ദൈവസ്നേഹത്തിൻ്റെ അകത്ത് അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം പുതിയ നിയമത്തിൽ മറ്റൊരു അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ പൗലോസ് ശ്ലീഹ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ, എഴുത്തുകളിൽ അദ്ദേഹം പറയുന്നൊരു പദമുണ്ട്: ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഒന്നിനും കഴിയത്തില്ല. ഒരു വലിയ പട്ടിക താൻ അതിനു മുമ്പിൽ നിരത്തുന്നുണ്ട്. ആ കാര്യങ്ങൾക്കൊന്നും, നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ പട്ടിണിക്കോ പൈതാഹത്തിനോ ഈ വക കാര്യങ്ങൾക്കൊന്നും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഇതിനേക്കാളെല്ലാം അധികമായി താൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. ഇവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകല അപ്പോസ്തലന്മാരെക്കാളും അഥവാ സകല മനുഷ്യരെക്കാളും അധികമായി പൗലോസ് കർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേ പ്രിയരെ, കർത്താവിനെ അധികമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ കർത്താവ് ആ ദൈവത്തിൻ്റെ മഹത്വം അധികമായി നമ്മുടെ മേൽ പകരും. ആ ഗലീല തടാകത്തിൻ്റെ കരയിൽ വെച്ച് ഈ ചോദ്യത്തോട് പത്രോസ് പ്രതികരിച്ച അനന്തരം 3 വട്ടം ആവർത്തിച്ച് ചോദിച്ച് പത്രോസ് ഊവെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ അനന്തരം, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലോട്ട് കടക്കുന്നില്ല, ആ 3 വട്ടവും ഊവ് കർത്താവേ എന്ന് പറഞ്ഞ പത്രോസിൻ്റെ മറുപടിക്ക് അനന്തരം പിന്നെ കർത്താവ് പറയുന്നൊരു പദമുണ്ട്: നീ എൻ്റെ ആടുകളെ മേയിക്ക എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു ആത്മീയ അനുഭവത്തിലേക്ക്, സ്ഥിരതയായിരുന്ന ഒരു ശുശ്രൂഷയുടെ മേഖലയിലേക്ക് പത്രോസിനെ കർത്താവ് ഉറപ്പിക്കുകയാണ്. ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് പത്രോസിന് കൊടുക്കുകയാണ്. ആർക്കും വിളക്കിക്കളയാൻ പറ്റാത്ത, ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നേരിട്ട കുരിശുമരണത്തിനു പോലും തന്നെ പുറകോട്ട് വലിക്കാൻ കഴിയാത്ത രീതിയിൽ പത്രോസ് ഉറക്കപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലെ അത്ഭുതമായി മാറുകയാണ്. ഒരു ദേശം മുഴുവൻ ഭയപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹത്വം പത്രോസിലൂടെ വെളിപ്പെട്ടു തുടങ്ങുകയാണ്. ഇന്ന് ഈ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവരെക്കാളും അധികമായി, എല്ലാറ്റിനേക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ മേൽ തൻ്റെ കൃപ പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തെ ഞാൻ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.